ചാബഹാർ തുറമുഖം ഇന്ത്യ കോടികൾ നിക്ഷേപിച്ച് വളർത്തിയെടുത്ത ഒരു വലിയ തുറമുഖമാണ്. പാകിസ്ഥാനും ചൈനയ്ക്കുമൊക്കെ ബദലായിട്ട് ഇന്ത്യ ഒരുക്കിയ ഒരു കേന്ദ്രം. അത് വലിയ ലക്ഷ്യങ്ങളോടെ അമേരിക്ക അതിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ ഉപരോധത്തിൻ്റെ ഇളവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നീട്ടിയിരിക്കുന്നു. ഇന്ത്യ അങ്ങനെ ഒരു ഉപരോധത്തെ പേടിച്ച് അത് ഇറാന് വിട്ടുകൊടുത്തതാണോ ശരിക്കും? അങ്ങനെയല്ല. ഇത് ദക്ഷിണ ഇറാനിലെ ഒരു വലിയ തുറമുഖമാണ്. അത് ഓഷ്യാനിക് ഫേസിംഗ് തുറമുഖം എന്ന് പറയും. ഇറാനിലെ മറ്റ് തുറമുഖങ്ങളെല്ലാം തന്നെ ഈ ഹോർമുസ് സ്ട്രെയ്റ്റ് അങ്ങനെയുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ്. ഇപ്പോൾ ഈ ചബഹാർ തുറമുഖത്തിൻ്റെ പ്രത്യേകത, അവിടെ 2 തുറമുഖങ്ങളുണ്ട് അടുത്തടുത്തായിട്ട്, 10 ബെർത്തുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇന്ത്യയുടെ ഒരു കമ്പനിയുണ്ട്, ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു കമ്പനിയുണ്ട്, ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അപ്പോൾ 2016 തൊട്ട് ഇന്ത്യയും ഇറാനും സംയുക്തമായിട്ടാണ് ആ തുറമുഖം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വളരെയധികം തന്ത്രപ്രധാനവും വാണിജ്യപരവും ആയിട്ട് പ്രാധാന്യമുള്ള ഒരു തുറമുഖമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ഗ്വാദാർ എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. അത് ഈ തുറമുഖത്തിൽ നിന്ന് 170 കിലോമീറ്റർ അകലെയാണ്, വെറും 170 കിലോമീറ്റർ ദൂരം മാത്രം. പിന്നെ ഈ ചബഹാർ തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ, ദെൻ അതുപോലെ മധ്യ ഏഷ്യൻ റിപ്പബ്ലിക്കുകളായിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ട്, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അങ്ങനെയൊക്കെ പറയണം. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്ട്സ് ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്താനായിട്ട് ഉള്ള ഒരു തുറമുഖം, ഒരു ഗേറ്റ് വേ എന്ന് വേണമെങ്കിൽ പറയാം, ഗേറ്റ് വേ ടു ഇന്തോനേഷ്യ. ഈ രാജ്യങ്ങൾ പലതും ലാൻഡ് ലോക്ക്ഡാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ലാൻഡ് ലോക്ക്ഡാണ്, അവർക്ക് തുറമുഖമൊന്നുമില്ല. ബലൂചിസ്ഥാൻ ഈസ് ഓൾസോ പ്രത്യേക കൺട്രി അല്ലെങ്കിൽ കൂടി ബലൂചിസ്ഥാന് പല മെറ്റീരിയൽസും കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് മെറ്റീരിയൽസാണെന്ന് ചോദിക്കരുത് എൻ്റെ അടുത്ത്, അറിയാമല്ലോ ബലൂചിസ്ഥാനിൽ എന്താണ് നടക്കണതെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഈ റഷ്യയിൽ ഉൾപ്പെടെയുള്ള പല റഷ്യയുടെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ഈ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രമൊന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് അവിടെ. അവർക്ക് അവിടെ നന്നായിട്ട് എണ്ണ, പ്രകൃതിവാതകം, കൽക്കരി ഇതെല്ലാം ഉള്ള സോഴ്സസ് ഉള്ള രാജ്യങ്ങളാണത്. അവർക്കത് വിദേശത്തേക്ക് വിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ചുറ്റി വളഞ്ഞ് കൊണ്ടുവരേണ്ടി വരും സാധനങ്ങളൊക്കെ. അപ്പം അത് ഈ ചബഹാർ പോർട്ട് ഇന്ത്യ അവരെ ഹെൽപ്പ് ചെയ്തു. $150 മില്യൺ ഇന്ത്യ അവിടെ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇറാൻ്റെ പുറത്ത് അമേരിക്ക കുറേ അധികം ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ വച്ചിട്ടുണ്ട് ഈ പ്രശ്നം കാരണം. അപ്പോൾ അത് ഈ ഉപരോധത്തിൻ്റെ കീഴിൽ വരും. ഇന്ന് നാളെ വെച്ചാൽ അതിൻ്റെ ഇത് തീരുകയാണ്. ഈ ഉപരോധത്തിൽ ഇന്ത്യക്ക് ഒരു ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമേരിക്ക, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇന്ന് തീരുകയാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ എന്നുള്ള വേവലാതിയിലാണ് ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ, ബിസിനസ്സുകാരും ഒക്കെ. പക്ഷേ അതിനെക്കുറിച്ച് ചർച്ച നടക്കുകയാണ്. പൊതുവേ ഇന്ത്യനെ പറ്റിയിട്ട് അമേരിക്കയ്ക്ക് വലിയ വിശ്വാസം. കാര്യം അമേരിക്കക്കാർക്ക് ഇന്ത്യനെ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ഇന്ത്യ പറ്റിക്കില്ല എന്നറിയാം. പ്രത്യേകിച്ചും നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും. അവർ ഔട്ട് ഓഫ് ദ വേ ആരെയും ഹെൽപ്പ് ചെയ്യില്ല. ഇല്ലീഗലായിട്ടുള്ള ഒരു തരം ഡീലിങ്സിന് അവർ പോവില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഈ ഉപരോധം കണ്ടിന്യൂ അല്ലെങ്കിൽ ഈ ഉപരോധത്തിൻ്റെ പുറത്തുള്ള ഇളവ് പിൻവലിക്കും എന്ന് പറയുന്നതിനോട് നമുക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റില്ല. ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അന്താരാഷ്ട്ര പ്രശ്നങ്ങളല്ലേ, ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലോ ഡിസിഷൻ എടുക്കില്ലല്ലോ. പല കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴവർ ഈ പോർട്ടിൻ്റെ പുറത്ത് ഇന്ത്യക്ക് ഒരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ നിന്നും വിലക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും ഈ മധ്യേഷ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, അവർക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ ഈ പോർട്ടിൽ കൂടിയുള്ള ഗതാഗതം, അവരുടെ കമ്മോഡിറ്റീസ് ഈ പോർട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യാനും അവർക്ക് അവർ ഇമ്പോർട്ട് ചെയ്യേണ്ട വസ്തുക്കൾ ഈ പോർട്ട് വഴി കിട്ടാനും ഒരു മാർഗമുണ്ട് അവർക്ക്. അപ്പോൾ ഇന്ത്യ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ സംതൃപ്തരാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിലകൊള്ളും. അപ്പോൾ ഈ പോർട്ടിൻ്റെ പ്രവർത്തനം
അതിനകത്ത് സാങ്ഷൻസ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം അവർ പറഞ്ഞ് അമേരിക്കനെ പറഞ്ഞ് മനസ്സിലാക്കും അവർ. അതിന് പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തുള്ളൊരു പോർട്ടാണ് എന്നുള്ളൊരു പോരായ്മ മാത്രമേ അതിനകത്തുള്ളൂ. അതല്ലെങ്കിൽ ബാക്കി അതുകൊണ്ട് അവർക്ക് ഇന്നേ വരെ ഒരു വിവാദമൊന്നും ഉണ്ടായിട്ടില്ല. ചബഹാർ പോർട്ടിൽ നിന്നും ആർക്കും ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യ വളരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ചിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു കാര്യമുള്ളത്, ആദ്യമായിട്ട് ഇന്ത്യ ഒരു ഓവർസീസ് പ്രോജക്റ്റ് തുറമുഖം മറ്റൊരു രാജ്യത്തൊരു തുറമുഖം നിർമ്മിക്കുന്നത് ഇതാദ്യമാണ്. ചബഹാർ പോർട്ടിലാണ്. ഇതിനു മുമ്പ് ഇന്ത്യക്ക് ഒരു ഓഫർ കിട്ടിയിരുന്നു ശ്രീലങ്കയിൽ നിന്ന്. ഹംബൻ തോട്ട എന്ന് പറഞ്ഞ ഒരു തുറമുഖമുണ്ട് അവിടെ. അത് ഇന്ത്യയോട് അന്ന് മഹിന്ദ രാജപക്ഷ ഇന്ത്യയോട് പറഞ്ഞു, ഈ പോർട്ട് നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കപ്പലിൽ ബെർത്ത് ചെയ്യാനുള്ള സൗകര്യം മാത്രം തന്നേച്ചാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അന്ന് എന്ത് പറ്റിയെന്നറിയാമോ? ഈ DMK-കാരില്ലേ, കരുണാനിധിയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. അത് മാത്രമല്ല UPA ഭരിച്ചത്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഭരിച്ചിരുന്നു. ഇവര് DMK-യുടെ സപ്പോർട്ടോടുകൂടിയാണല്ലോ പിടിച്ചു നിന്നത്. അവർ പറഞ്ഞു ഇല്ല ഹമ്പൻ തോട്ടയിൽ നിന്നും അങ്ങനെ പോർട്ട് പണിയൊന്നും വേണ്ട, നിങ്ങൾ സഹായിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് ആർക്ക് കൊടുത്തു? അവസാനം ചൈനയ്ക്ക് കൊടുത്തു. ചൈന എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ലോൺ ആയിട്ടാണ് ആ തുറമുഖം വികസിപ്പിക്കാനുള്ള പൈസ ചെലവാക്കിയത്. ശ്രീലങ്കയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാന കാരണം ചൈനയിൽ നിന്ന് ഈ പൈസ കടമെടുത്തു. ഇപ്പൊ അവിടെ ഒരു കൊളംബോ നഗരത്തിന് പുറത്ത് ഈ കടലിൽ പോർട്ട് സിറ്റി എന്ന് പറഞ്ഞ ഒരു പദ്ധതി പണിയാനുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കി. അതോടുകൂടി അവരുടെ സാമ്പത്തിക സ്ഥിതി നിലം പരിശാക്കി. അങ്ങനെയാണ് ഗോതബായ രാജപക്ഷ അവിടുന്ന് രാജ്യം വിട്ട് ഓടിപ്പോണ്ടി വന്നത്. ഈ കലാപമൊക്കെ ഉണ്ടായിട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ തകർന്നു. അവരുടെ അതായത് പിന്നെ മണ്ടൻ തീരുമാനങ്ങളും അവരുടെ തകർച്ചയ്ക്ക് കാരണമായി. പക്ഷേ സാർ, എൻ്റെ ഒരു സംശയം, ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ പോർട്ട് ചാബഹാർ തുറമുഖം, പ്രത്യേകിച്ച് പാകിസ്ഥാൻ തൊട്ടടുത്ത് കിടക്കുമ്പോൾ അതങ്ങനെ വിട്ടുകൊടുക്കുമോ? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിരിക്കുമോ? അല്ല, വിട്ടുകൊടുക്കുകയൊന്നുമില്ല. കാരണം പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പാകിസ്ഥാൻ, പിന്നെ വേറൊന്ന് ചൈന. കാരണം ഈ ഗ്വാദാർ പോർട്ടിൽ ചൈനയ്ക്ക് മേജർ സ്റ്റേക്സ് ഉണ്ട്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ചബഹാർ പോർട്ട് വിട്ടുകൊടുക്കുന്നത് പ്രിയന് തോന്നുന്നില്ല. അത് മാത്രമല്ല, സ്ട്രിംഗ് ഓഫ് പേൾസിന്റെ ഭാഗമായിട്ടാണ് ചൈന ഇത് അത്ര ഉണ്ടാക്കി. ഗ്വാദാർ പോർട്ടില് ഇതിന്റെ ഭാഗമാണ് നെക്ലസ് ഓഫ് പോർട്സ് എന്നിട്ട് പറയുമായിരുന്നു. അതെ സാർ, ഇതിനകത്ത് എനിക്ക് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അങ്ങനെ ഇന്ത്യ പിൻവാങ്ങുകയാണെങ്കിൽ കൂടി തന്ത്രപ്രധാനമായ ഒരു നീക്കം കൂടെ നടത്തിയിട്ട് അവിടെ എന്തെങ്കിലും തരത്തിൽ പിന്നീട് ചെല്ലാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടല്ലേ പിന്മാറുള്ളൂ. ഇത് അങ്ങനെ ഇന്ത്യ പിന്മാറുന്ന പ്രശ്നം ഉദിക്കണില്ലല്ലോ. ഇത് ഇറാനും ഇന്ത്യയും കൂടി അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. ഇത്ര വർഷത്തേക്കെന്നുള്ള അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. ആ അഗ്രിമെന്റിൽ നിന്ന് ഇറാനും പിന്നോട്ട് പോകാൻ പറ്റൂല. ഇന്നെ ഇന്ത്യയോട് അവർക്ക് ഇത്ര ദേഷ്യം തോന്നേണ്ട കാര്യം എന്താ ഇറാന്? അല്ലെങ്കിൽ പിന്നെ ഈ അഗ്രിമെന്റ് ഒപ്പിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ട് ഇതേപോലെ ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ പൈപ്പ് ലൈൻ വന്നപ്പോൾ, ഇറാനിൽ നിന്നുള്ള ലിക്വിഫൈഡ് ഗ്യാസ് വന്നപ്പോൾ ഈ പൈപ്പ് ലൈൻ ഇടാനായിട്ട് ഒബ്ജക്റ്റ് ചെയ്തത് പാകിസ്ഥാൻ മാത്രമായിരുന്നു. ഇറാന് പൂർണ്ണ സമ്മതമായിരുന്നു. അത് മാത്രമല്ല, ഈ ഷാ ഭരിച്ചിരുന്ന സമയത്ത് തന്നെ ഈ പോർട്ട് പണിയാനായിട്ട് ഒരു നീക്കം ഉണ്ടായിരുന്നു. അന്നും അവർ സമീപിച്ചിരുന്ന ഇന്ത്യനെയാണ്. ഷായെ പട്ടാളപ്പുഴ അവിടുത്തെ കലാപത്തിൽ കൂടി പുറത്താക്കി കഴിഞ്ഞിട്ടും കൂടി അവർ ആ പോർട്ടിൻ്റെ പണി നിർത്തി വെച്ചിരുന്നു. പിന്നീട് കണ്ട് 2006-ലോ 2007-ലോ ഒക്കെയാണ് അതിൻ്റെ പണി തുടങ്ങിയത്. ആ സമയത്ത് തൊട്ട് ഇന്ത്യ അതിനകത്ത് ഇൻവോൾവ് ആണ് ആ പോർട്ടിൻ്റെ നിർമ്മാണത്തിൽ. അതെ. അപ്പോൾ ഇത് ഇന്ത്യക്ക് ഒരു വിലക്കൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പക്ഷേ തന്ത്രമായിട്ടാണ് തോന്നുന്നത്, ഇന്ത്യയുടെ ഒരു തന്ത്രമായിട്ട്. ഇന്ത്യ പിൻവാങ്ങുന്നു എന്ന് ലോകത്തെ അമേരിക്കയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ്. ഇല്ല, ഇന്ത്യ പിന്മാറെന്ന് പറഞ്ഞിട്ടില്ല പ്രിയൻ. കാരണം ഇത്രയേ ഉള്ളൂ. ഈ അമേരിക്കൻ ഉപരോധത്തിൽ നിന്നും ഇന്ത്യക്ക് ഒരു ഇളവ് കൽപ്പിച്ചിരുന്നത് ഈ ഏപ്രിൽ 26-ന് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ആ പോർട്ടിനകത്ത് ഇന്ത്യക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷേ ഇന്ത്യ എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു കൂടാ, ഇന്ത്യയെ എന്തുകൊണ്ട് അനുവദിച്ചു കൂടാ എന്നുള്ളതിന് അവർ അമേരിക്ക ഇതുവരെ അമേരിക്കൻ സൈഡിൽ നിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പാകിസ്ഥാൻകാർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ,
ഏതെങ്കിലും രാജ്യത്ത് പോയി അവിടെ കുറേ അവിടുത്തെ ഡിപ്ലോമാറ്റ്സിനെ കൊല്ലുക, അല്ലെങ്കിൽ പത്രക്കാരെ കൊണ്ട് അജ്ഞാതരെ കൊണ്ടൊക്കെ വെടിവയ്പ്പിച്ച് കൊല്ലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇറാനുമായിട്ട് ഇന്ത്യ നടത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു കാര്യം ഓർമ്മയുണ്ടോ, ഖത്തറിലല്ലേ ഒരു 8 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥന്മാരെ തടവിലാക്കി വധശിക്ഷയ്ക്ക് വിധിക്കുക, അവരൊക്കെ വിട്ടയച്ചല്ലേ അവസാനം. അപ്പൊ അതേപോലെ ഒരു അത്രയും സങ്കീർണത നിറഞ്ഞിട്ടല്ല ഈ പ്രശ്നം. അപ്പൊ ഇത് ഇറാന്റെ ഒരു ഇമേജ് ഉണ്ട്, ഒരു ഇന്റർനാഷണൽ ഇമേജ് ഉണ്ട് ഇറാന്, അതുകൂടി ഇല്ലാതാക്കുന്ന പ്രശ്നമാണിത്. അതെ, എന്തായാലും പോർട്ട് തുടർന്നും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയും, അതിൽ നിന്ന് യാതൊരു തടസ്സവും ഇല്ല. അമേരിക്കയുടെ തരത്തിലൊന്നും ഇന്ത്യ വഴങ്ങുന്ന രാജ്യവുമല്ല. പക്ഷേ ഈ പറയുന്ന ചില വിദേശ രാജ്യങ്ങൾക്ക് അവിടേക്ക് വന്ന് ചരക്ക് നീക്കത്തിന് അമേരിക്കയുടെ ഉപരോധമുള്ളത് ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും. അല്ല, അത് ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ് ഞാൻ പറഞ്ഞല്ലോ, പഴയ സോവിയറ്റ് യൂണിയനിലെ രാജ്യങ്ങളുണ്ട്, താജിക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ, അവർക്ക് ഈ ഒരു പോർട്ട് മാത്രമേ ഉള്ളൂ എളുപ്പത്തിൽ ഇന്ത്യൻ ഓഷ്യനിലെത്താനായിട്ട്. അത് മാത്രമല്ല, അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാനും മാർഗം ഇത് മാത്രമേ ഉള്ളൂ. സോ അവർക്ക് അവരുടെ ബിസിനസ് നഷ്ടപ്പെടാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും ഇല്ലല്ലോ. അവർക്ക് വേണ്ട മെറ്റീരിയൽസ്, അവർക്ക് വേണ്ട വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവന്യൂ കൂടിയാണിത്. അതെ അതെ. അപ്പോൾ അതിനൊരിക്കലും ഒരു രാജ്യങ്ങൾ അത് ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല, എനിക്ക് വായിച്ചെടുത്തോളം എനിക്കതൊരു പോസിറ്റീവ് ഇതായിട്ടാണ് തോന്നിയത്. ഒരു ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടേ അമേരിക്ക എടുക്കുകയുള്ളൂ. കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ഈ ടഫ് നിലപാട് എപ്പോഴാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1998 അണുബോംബ് പൊട്ടിച്ചതോടുകൂടി, പൊക്രാൻ സ്ഫോടനം നടത്തിയതോടുകൂടിയാണ് ഇന്ത്യയെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്താൻ നോക്കിയത്. പക്ഷേ അതിന് വലിയ കൗണ്ടർ പ്രൊഡക്റ്റീവായി. ഇന്ത്യ സ്വന്തമായിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. മനസ്സിലായില്ല. അതിനു മുമ്പ് ഇന്ത്യക്ക് റിയാക്ടർ ഓടിക്കാനും ഉള്ള ഫ്യൂവലിനും ഒക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ അടുത്ത് പോകേണ്ടി വന്നു. ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, ഇറാൻ ഫ്യൂവലൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ രാജ്യങ്ങളുടെ ഗ്രൂപ്പാണ്. അവരോട് അമേരിക്ക പറഞ്ഞു അവർക്ക് ഒരു വകം കൊടുത്തു വരുന്നുണ്ട്, അവർ തന്നില്ല. പക്ഷേ ഇന്ത്യയുടെ സ്വന്തമായിട്ട് ഫ്യൂവൽ ഫാബ്രിക്കേറ്റ് ചെയ്തു. ഇന്ന് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൽ ഇന്ത്യ ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, അതായത് ഇന്ത്യനെ തടഞ്ഞു വെച്ചുകൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാവാൻ പോണില്ല, മറിച്ച് അവർക്ക് ബിസിനസ് നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി അവർക്ക്. അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.